എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലുള്ളൊരു അടിപൊളി ക്യാരറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കപ്പ് കേക്കാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ക്യാരറ്റ് കപ്പ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ കപ്പ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 2 മുട്ട. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്ററോ ഹാൻഡ് വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ തടിത്തവി മിക്സിയുടെ ജാറ് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ മുട്ട നന്നായിട്ട് ബീറ്റാക്കി എടുക്കുക. ബീറ്റാക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം അത് ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ്. 1/2 കപ്പ് എന്ന് പറയുന്നത് 125 മില്ലിയുടെ കപ്പാണ്. പഞ്ചസാരയും കൂടി ഇട്ട് അത് അലിയുന്ന വരെ നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ എന്ന് പറയുമ്പോൾ മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ ഉരുക്കിയിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ക്യാരറ്റ്, ഇതൊരു മീഡിയം സൈസിലുള്ളൊരു ക്യാരറ്റ് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ക്യാരറ്റ് ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ എടുത്ത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്ത് ഇതിലിടാനായിട്ട്. ക്യാരറ്റ് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതി. അതോടൊപ്പം തന്നെ 1 നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ആ ബീറ്റർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓവർ മിക്സ് ചെയ്യേണ്ട, അതെല്ലാം ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു സ്പാറ്റില വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അവനാണെങ്കിൽ അവനിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. 180 ഡിഗ്രിയിലാണ് നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. ഇനി നമ്മൾ കപ്പ് കേക്കിൻ്റെ മൗൾഡിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ഈ ബാറ്റർ മാറ്റിയിട്ടുണ്ട്. ഇതുപോലുള്ള പേപ്പർ കപ്പ് കേക്ക് മൗൾഡിലാണ് നമ്മൾ കപ്പ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കപ്പ് കേക്കിൻ്റെ മൗൾഡ് അല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതിലും ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ മൗൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ കപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സെറാമിക് കപ്പിലോ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറേശ്ശെ മാവ് നമുക്കിതിലേക്ക് പൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മളിവിടെ 10 കപ്പ് കേക്കാണ് ഈ അളവിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ പേപ്പർ മോൾഡ് ഈ ട്രെയിൽ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓവൻ നമ്മൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും താഴത്തേന് തൊട്ട് മുകളിലത്തെ റാക്കിലാണ് നമ്മളിപ്പോൾ കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുക്കുന്നത്. ഇതൊരു OTG ഓവനാണ്. അപ്പോൾ ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് കൺവെക്ഷൻ ഓവനിലും ചെയ്തെടുക്കാവുന്നതാണ്. സെയിം ടൈമും ടെമ്പറേച്ചറുമാണ്. ചില ഓവൻ്റെ സമയം വ്യത്യാസപ്പെട്ടിരിക്കാം, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. നമ്മളിവിടെ 15 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും ഇത് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് പൊളിച്ച് നോക്കാം. നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. അപ്പോൾ നമ്മൾ ഈ കേക്കിൽ നമ്മൾ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സിനമൺ പൗഡറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് ഇത് തയ്യാറാക്കാവുന്നതാണ്. നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ കഴിച്ച് നോക്കുമ്പോൾ ഗോതമ്പ് പൊടിയാണെന്നൊന്നും പറയില്ല. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്